അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആദരണീയരായ വിശ്വാസിനികളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, അധ്യാപകരെ, എൻ്റെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 16 വയസ്സുള്ള ഒരാൺകുട്ടി 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ശേഷം റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്ത വാർത്ത എൻ്റെ പ്രിയ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരധ്യാപകൻ അതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് അത് ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എനിക്കതിൽ അത്ഭുതമില്ല, എനിക്കതിൽ പ്രയാസപ്പെടേണ്ട കാര്യവുമില്ല. കാരണം ഞാൻ വർഷങ്ങളായി അധ്യാപകനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ, പേക്കോലങ്ങൾ, അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടു നനയിപ്പിക്കുന്ന ഒരു കുറിപ്പും നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പ്രിയമുള്ള മക്കളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ പിന്നാലെ അധ്യാപകരും നിങ്ങളുടെ മുമ്പിൽ മാതാപിതാക്കളും എന്തിനാണ് നിങ്ങളെ തൊട്ടുഴിഞ്ഞുകൊണ്ട് നടക്കുന്നത്, എന്തിനാണ് ഉപദേശങ്ങളുമായി നടക്കുന്നത് എന്നത് ഈ ഒരൊറ്റ വാർത്തയിൽ എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ചും തിരിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളോട് തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു 2 വയസ്സുകാരനോ 2 വയസ്സുകാരിയോ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ മുമ്പിൽ നിങ്ങൾ നല്ല മനോഹരമായ ഒരു കവറിൽ പൊതിഞ്ഞ ഒരു ചോക്ലേറ്റ് മിഠായിയും അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 500 റിയാലും വെച്ച് കൊടുത്തിട്ട് ആ കുഞ്ഞിനോട് പറയുക, നിനക്ക് ഇതിൽ നിന്ന് ഒന്നെടുക്കാം. ഒന്ന് മനോഹരമായി പൊതിഞ്ഞ ഒരു ചോക്ലേറ്റ് മിഠായി, അവൾക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റൊന്ന് ഒരു 500 റിയാൽ. 99% ആ കുട്ടി വന്നെടുക്കുക ആ മനോഹരമായ കവറിൽ പൊതിഞ്ഞ ചോക്ലേറ്റ് ആയിരിക്കും. 500-ന് പകരം 2000 വെച്ചാലും കുട്ടി എടുക്കുക ചോക്ലേറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു 4-5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ പ്രായമെത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ കഥ ആ കുഞ്ഞിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, നിനക്ക് 2 വയസ്സായപ്പോൾ ഞാൻ ഇങ്ങനൊരു പരീക്ഷണം നടത്തിയിരുന്നു എന്ന് നിങ്ങളുടെ പ്രായമെത്തുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിനോട് പറയുമ്പോൾ ആ കുഞ്ഞ് എന്ത് പറയും? ആ കുഞ്ഞ് അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട്, എൻ്റെ റബ്ബേ, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, ആ 500 റിയാൽ കൊണ്ട് എനിക്ക് എത്ര ചോക്ലേറ്റ് വാങ്ങാമായിരുന്നു, എന്നിട്ടും ഞാൻ ആ ഒരൊറ്റ ചോക്ലേറ്റ് 1 റിയാലിൻ്റെ 5 റിയാലിൻ്റെ ചോക്ലേറ്റല്ലേ തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങളുടെ ബോധം വരുമ്പോൾ അവന് പറയും. അവനെ തന്നെ പഴിച്ചു കൊണ്ടിരിക്കും. ഇവിടെ എന്താണ് പിഴച്ചു പോയത്? ഇവിടെ പിഴച്ചു പോയത് ആ കുട്ടിയുടെ പ്രയോറിറ്റിയാണ്. ആ കുട്ടിയുടെ പ്രയോറിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലാത്തത് കൊണ്ട് ആ കുട്ടി ചോക്ലേറ്റ് എടുക്കുകയാണ്. അതിൻ്റെ ഭാവി അറിയാത്തത് കൊണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ അറിയാത്തത് കൊണ്ട്, അപ്പോൾ കിട്ടുന്ന ആ നൈമിഷികമായ സുഖവും സന്തോഷവും മാത്രം കണ്ടുകൊണ്ട് ഭാവിയെപ്പറ്റി ചിന്തിക്കാതെ ആ കുഞ്ഞ് ചോക്ലേറ്റ് എടുത്തു. സ്വാഭാവികമാണ്. പിന്നീട് ഭാവിയിൽ അത് അറിയുമ്പോൾ അവന് വേദനയായി. വേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയോ? വേദന എന്നത് വളരെ പുരാണമായ, വളരെ പഴയ വാക്കാണ്. സംസ്കൃതമാണ് അതിൻ്റെ അടിസ്ഥാനം. വേദം പ്ലസ് ന, ഇതാണ് വേദന. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, സംസ്കാരമാണ്, വിവരമാണ്, ഗ്രന്ഥമാണ്. ന എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ്, അറിവില്ലായ്മയാണ്, സംസ്കാരമില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ് വേദന എന്ന് പറയുന്നത്. വിവരമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അതൊരു വേദനയായി നിൽക്കുകയാണ്. അവൻ്റെ പ്രയോറിറ്റി മാറി, അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റി മാറിപ്പോകരുത്. നിങ്ങൾ ഈ ഉദാഹരണം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടേയിരിക്കണം. ആ 1 വയസ്സുകാരന് തിരിച്ചറിയാത്തതുപോലെ ഇനി വരാൻ പോകുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെട്ട വാല്യൂസ്, അത് പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയില്ല. തിരിച്ചറിയുമ്പോഴേക്കും വമ്പൻ നഷ്ടമായി, വേദനയായി, വേദം പ്ലസ് ന ആയി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിങ്ങൾ മറ്റൊന്നിലേക്കും വഴിമാറിപ്പോകരുത്. നിങ്ങളുടെ പ്രയോറിറ്റി നഷ്ടപ്പെടുത്തരുത്. ഒരമ്മ അതിൻ്റെ 1 വയസ്സ് 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് റോട്ടിലൂടെ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്.
വിശന്ന് വയറൊട്ടിയ ആ അമ്മയും മകനും റോട്ടിലൂടെ ഓരോരുത്തരോടും യാചിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഇവിടെ ഒരു ഗുഹയുണ്ട്, നിങ്ങൾ ആ ഗുഹയിലേക്ക് കയറിയാൽ ആവശ്യത്തിന് സ്വർണവും രത്നവും മുത്തും പവിഴവും വില കൂടിയതെല്ലാം വാരിക്കൂട്ടാം, നിങ്ങൾ കയറിക്കോളൂ. അങ്ങനെ ആ അമ്മ ആ ഗുഹയിലേക്ക് കയറാൻ തയ്യാറാവുകയാണ്. പറഞ്ഞു, ഒരു നിബന്ധനയുണ്ട് കേട്ടോ. എന്താണ് ആ കണ്ടീഷൻ? 2 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഗുഹയ്ക്കുള്ളിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. ആ 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എത്രയും വാരിക്കൂട്ടാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ വാതിലടയും. ഗുഹയുടെ കവാടമടഞ്ഞാൽ അവിടെ വിശന്ന് മരിക്കേണ്ടി വരും. അമ്മ സമ്മതിച്ചു. ഒക്കത്ത് വെച്ച കുട്ടിയെയും കൂടി തൻ്റെ പൊന്നോമന പുത്രന് മനോഹരമായി ഭക്ഷണം വാങ്ങിക്കൊടുക്കാമല്ലോ. ഞാൻ യാചിച്ചുകൊണ്ട് വിശന്ന് വയറൊട്ടിക്കൊണ്ട് വെയിൽ കൊണ്ട് ക്ഷീണിക്കേണ്ടതില്ലല്ലോ. എൻ്റെ പൊന്നുമോനെ പൊന്നായി വളർത്താമല്ലോ, അവന് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കാമല്ലോ എന്ന ധാരണയോടുകൂടി ആ അമ്മ ആ കുഞ്ഞിനെയും കൊണ്ട് ആ ഗുഹയിലേക്ക് കയറുകയുണ്ടായി. ആവശ്യത്തിന് സ്വർണവും രത്നവും മുത്തും പവിഴവും വാരിക്കൂട്ടി 2 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് ചാടുകയും ചെയ്തു. സന്തോഷം കൊണ്ട് മതിമറന്നു. എൻ്റെ പൊന്നുമോനിനി രാജാവായി രാജകുമാരനായി വളരാലോ. അപ്പോഴും ആ അമ്മക്ക് തൻ്റെ പട്ടിണിയല്ല പ്രശ്നം, തൻ്റെ വയറൊട്ടലല്ല പ്രശ്നം, എൻ്റെ പൊന്നുമോനെ സുഖസുന്ദരമായി വളർത്താലോ എന്ന ആ മതിമറന്ന ആഹ്ലാദത്തിലും സന്തോഷത്തിലും നിൽക്കുമ്പോഴാണ് ഒരബദ്ധം പറ്റിയിരിക്കുന്നു. തൻ്റെ ഒക്കത്തുണ്ടായിരുന്ന കുഞ്ഞുമോനെ സ്വർണവും വെള്ളിയും രത്നവും വാരിക്കൂട്ടുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചിരുന്നു. 2 മിനിറ്റിലേക്ക് പുറത്തേക്ക് ചാടുമ്പോൾ ആ കുഞ്ഞിനെടുക്കാൻ മറന്നുപോയി. അതോടുകൂടി വാരിക്കൂട്ടിയ സ്വർണവും രത്നവും വെള്ളിയും എല്ലാം ആ അമ്പ വലിച്ചെറിയുകയാണ്. എവിടെയാണ് തെറ്റുപറ്റിയത്? പ്രയോറിറ്റി അവിടെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണോ ഈ കഷ്ടപ്പാടെല്ലാം നടത്തുന്നത്, അവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എൻ്റെ മക്കളോടും പറയാനുള്ളത്, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി പടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൺമണികളായി സ്നേഹത്തിൻ്റെ നിധികളായി നിങ്ങളെ വളർത്തിയെടുക്കുവാനുള്ള ഓട്ടത്തിലാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന ആഘാതം എത്രയാണ്? നിങ്ങളുടെ പ്രയോറിറ്റി നഷ്ടപ്പെട്ടാൽ അവർക്ക് താങ്ങാൻ കഴിയുമോ? നിങ്ങൾ വഴിതെറ്റിയാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ ഉദാഹരണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. നിങ്ങൾ ഇറങ്ങുന്ന ലോകം ചതിക്കുഴിയുടെ ലോകമാണ്. എങ്ങനെയും പെട്ടുപോകാനുള്ള കുഴികളെ, എവിടെ നോക്കിയാലും കുഴികളേ ഉള്ളൂ. നിങ്ങളെ വലയിൽപ്പെടുത്താനുള്ള കുഴികൾ ധാരാളമായി ഉണ്ട്. അവിടെയാണ് നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത്തരമൊരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ പ്രയോറിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചവിട്ടി മെതിക്കപ്പെട്ടവരായി മാറും എന്ന് തിരിച്ചറിയുക. ആ ചവിട്ടി മെതിക്കലാണ് ഞാൻ ആമുഖത്തിൽ ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞത്. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളോട് കുറച്ചുകൂടി കൂടുതൽ ഗൗരവത്തോടു കൂടി പറയാനുള്ളത്, ചതിക്കുഴികൾ ധാരാളമുണ്ട്. ആ ചതിക്കുഴികൾ പെട്ടുപോകാനുള്ള സാധ്യതയും ധാരാളമാണ്. അവിടെയാണ് നിങ്ങളുടെ മദ്രസ നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടത്. അവിടെയാണ് നിങ്ങൾ പഠിച്ച ഖുർആൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിച്ചമായി വരേണ്ടത്. അവിടെയാണ് ഹദീസ് നിങ്ങളുടെ മനസ്സകം നിറഞ്ഞു നിൽക്കേണ്ടത്. ഇത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, നമുക്കൊരു പിടിവള്ളിക്ക് വേണ്ടിയാണ്. ആ പിടിവള്ളി തെറ്റാതെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. മക്കളെ, ഒരു വലിയ മൂർഖൻ പാമ്പിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞു കുരുവി അകപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വലിയ വിഷമുള്ള ഒരു മൂർഖൻ പാമ്പിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞു കുരുവി അത് അകപ്പെട്ടിരിക്കുന്നു. പേടിക്കൂലേ? പേടിക്കും, നന്നായി പേടിക്കും അല്ലേ? നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ പേടിക്കുന്നത്? ആ കുഞ്ഞുകുരുവിക്ക് അള്ളാഹു കൊടുത്ത ചിറകില്ലേ? വിശാലമായി കിടക്കുന്ന അന്തരീക്ഷവും ആകാശവും ഇല്ലേ? ആ കുഞ്ഞുകുരുവിയുടെ ചിറക് വിടർത്തിയിട്ട് ആ ആകാശത്തിലേക്ക് അങ്ങ് പറന്നു പോയാൽ ഏതൊരു മൂർഖൻ പാമ്പും വായ പൊളിച്ച് നിൽക്കേണ്ടി വരില്ലേ? എന്തിനാ പേടിക്കുന്നത്? തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ചിറകെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തനിക്ക് പോകാനുള്ള ലോകം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു മൂർഖൻ പാമ്പിനും ഒരു കുഞ്ഞിക്കുരുവിയെയും തൊടാൻ പറ്റൂല എന്നതാണ് ഇതിൻ്റെ പാഠം. പ്രിയ മക്കളെ, നിങ്ങളുടെ ചിറകാണ് മദ്രസയും ഖുർആനും മാതാപിതാക്കളും. നിങ്ങളുടെ ചിറകാണ് അധ്യാപകരും ഹദീസും ഫിഖ്ഹും. നിങ്ങളുടെ ചിറകാണ്. നിങ്ങൾക്ക് പാറിപ്പോകാനുള്ള വിശാലമായി കിടക്കുന്ന പ്രദേശം അറിയോ? നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ വീടുമാണ്. ആ ഖുർആനാകുന്ന ചിറക്, ആ ഹദീസും ഉസ്താദുമാരാകുന്ന ചിറക്, ആ ചിറകൊന്ന് വിടർത്തിയിട്ട് ആ ആകാശമാകുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് പാറിപ്പോയാൽ നിങ്ങൾ ഏത് ചതിക്കുഴിയിലാപ്പെടുക? ഒരു മൂർഖൻ പാമ്പിൻ്റെ പിടുത്തത്തിലും ഒരു ചതിക്കുഴിയിലും എൻ്റെ മക്കൾ പെടുകയില്ല. വളരെ ഗൗരവത്തോടു കൂടി എൻ്റെ മക്കളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അങ്ങേയറ്റം ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയാനുള്ളത്, നിങ്ങളെല്ലാം ഞങ്ങളുടെ മക്കളാണ്.
ഞങ്ങളുടെ സ്നേഹനിധികളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് വഴിമാറിയാൽ 24 മണിക്കൂർ കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് കരയുന്ന 4 കണ്ണുകളുണ്ട് നിങ്ങളുടെ വീട്ടിൽ. നിങ്ങൾ ഒന്ന് വഴിമാറി ചിന്തിച്ചാൽ രാപ്പകൽ ഉറങ്ങാൻ കഴിയാതെ കട്ടിലിൽ കിടന്ന് മറിയുന്ന, തിരിഞ്ഞും മറിയുന്നു കിടക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും ഉണ്ട് നിങ്ങൾക്ക്. അവർക്ക് പിന്നെ ഉറക്കമില്ല. നിങ്ങളുടെ ഉസ്താദുമാർക്കും അത് സഹിക്കാൻ പറ്റൂല. വളരെ കൃത്യമായ പ്ലാനോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എൻ്റെ കൂടെയുള്ളവർ എന്നെ ചതിക്കുമോ, എൻ്റെ സ്കൂളിലെ കൂട്ടുകാർ എന്നെ ചതിക്കുമോ. അതാണ് ഞാൻ ഒന്നാമത്തെ സെൻറ്റൻസിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. കൂടെ പഠിക്കുന്ന, കൂടെ കളിക്കുന്ന, കൂടെയുള്ളവരും പിശാചിൻ്റെ സ്വഭാവം പൂഴും. എപ്പോഴും പിശാചിൻ്റെ സ്വഭാവം നേടിയെടുത്തേക്കാം. ആ പെൺകുട്ടിയും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഏതോ കുറ്റിക്കാട്ടിൽ ഏതോ അജ്ഞാത മയ്യത്തായി കിടക്കേണ്ടി വരുമെന്ന്. ആ കുട്ടിയും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഈ പയ്യനും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ സൗഹൃദങ്ങൾ വഴിമാറുമ്പോൾ, നമ്മുടെ ബന്ധങ്ങൾ വഴിമാറുമ്പോൾ പിശാച് അവിടെ കയറി വരുന്ന് അള്ളാൻ്റെ റസൂല് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഉപദേശിക്കാൻ പാടില്ല. ബെസ്റ്റിയാണ്, ബഡ്ഡിയാണ്, അതുപോലെ ബോയ് ഫ്രണ്ടാണ്, ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം, ബഡ്ഡിയും ബെസ്റ്റിയൊന്നും ഉണ്ടാവില്ല. പിശാച് അവിടെ വരിക. ഗൗരവത്തിൽ കാര്യങ്ങളെ കാണുക. വഴിമാറി സഞ്ചരിച്ചാൽ ഭൗതികമായി നഷ്ടപ്പെടും, ജീവനും നഷ്ടപ്പെടും, സംസ്കാരവും നഷ്ടപ്പെടും. നിങ്ങൾ എന്തോ ആയിത്തീർന്നതിന് ശേഷം, ഈ കാണുന്ന രൂപത്തിലുള്ള സ്വഭാവവും രൂപവും ഭംഗിയും ആരോഗ്യവും വന്നതിന് ശേഷമാണ് നിങ്ങൾക്കൊരു ബെസ്റ്റി ഉണ്ടായത്. ഈ രൂപത്തിലായതിനു ശേഷമാണ് നിങ്ങൾക്കൊരു ബഡ്ഡി ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊരു പുഴുവായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ, നിസ്സാരമായി കിടക്കുമ്പോൾ, അറപ്പായി കിടക്കുമ്പോൾ അന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് 4 കണ്ണുകൾ നിങ്ങളെ. 4 കണ്ണുകൾ അങ്ങേറ്റത്തെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തോ ആയതിനു ശേഷം ആരോഗ്യവും ഭംഗിയും സൗന്ദര്യവും വന്നപ്പോൾ നിങ്ങൾക്ക് ആളുകളുണ്ട്. അന്ന് നിങ്ങൾക്ക് ഇവരെ വേണ്ട. ഇവരോ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങളെ ഉമ്മാക്ക്. ചെരിഞ്ഞു കിടക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. എൻ്റെ വയറ്റിനകത്തുള്ള കുഞ്ഞുമോൻ എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ട് ചെരിഞ്ഞു പോലും കിടക്കാതെ ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വാപ്പ വിളിച്ചു പറഞ്ഞു, നോക്കി ഇറങ്ങട്ടോ. വണ്ടി കയറുമ്പോൾ വാപ്പ വിളിക്കും, ഭർത്താവ് വിളിക്കും, അഥവാ വാപ്പ വിളിക്കും, കയറുമ്പോൾ ശ്രദ്ധിക്കട്ടോ. ഒരു ഉമ്മയും ഉപ്പയും എത്ര ശ്രദ്ധയോടുകൂടിയാണ്, എത്ര ടെൻഷനോടുകൂടിയാണ്, എത്ര ശ്വാസം വിട്ടിട്ടാണ് നമ്മളെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് വളർത്തി വലുതാക്കിയത്. ആ ഉമ്മ കിട്ടുന്ന മറുപടി എന്താ? സ്കൂള് വിട്ട് വരുമ്പോൾ എൻ്റെ കുഞ്ഞുമോൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി, ചായയും പലഹാരവും ഉണ്ടായി കാത്തിരിക്കുന്ന ഉമ്മാക്ക് കിട്ടുന്ന മറുപടിയോ, നിങ്ങളെ കുട്ടിയതാ മയ്യത്തായിരിക്കുന്നു. അതാണ് മറുപടി. എവിടെയാണ് പ്രയോറിറ്റി നഷ്ടപ്പെട്ടത്? എവിടെയാണ് നമ്മൾ തിരിച്ചറിയാതെ പോയത്? പ്രണയവും സൗഹൃദവും കൃത്യമായി മനസ്സിലാക്കണം. വഴിതെറ്റിപ്പോകരുത്. സൗഹൃദം വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഏത് സൗഹൃദവുമാകാം, അത് വഴിതെറ്റിപ്പോകാതെ, പ്രയോറിറ്റി ഇല്ലാതെ ആകരുത്. കണ്ണേ കരളെ പൊന്നേ എന്ന് താലോലിച്ച് വളർത്തി ഉണ്ടാക്കിയ മാതാവിന്, പിതാവിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തകളുമായിട്ട് നമ്മൾ കടന്നു ചെല്ലരുത്. നമ്മുടെ ഉമ്മയുടെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് നിറപ്പിക്കരുത്. നമ്മൾ സങ്കടം കൊടുത്തുകൊണ്ട്, അപമാനം കൊടുത്തുകൊണ്ട് നിറപ്പിക്കരുത്. എൻ്റെ മകൻ, എൻ്റെ സന്തോഷത്തിൻ്റെ മകൻ, അഭിമാനത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോട്ടെ. പടച്ച റബ്ബേ, എൻ്റെ മകൻ അങ്ങനെ ചെയ്തല്ലോ, എൻ്റെ മകൾ അപമാനത്തിൽപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കരയാൻ, ആ കണ്ണുകളെ നനപ്പിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത്. മൈ ബോഡി മൈ ചോയ്സ് പുതിയ ട്രെൻഡാണ്. എവിടുന്ന് കിട്ടിയത്? ഇത് മൈ ബോഡിയുമല്ല, മൈ ചോയ്സുമല്ല, പടച്ച റബ്ബ് നൽകിയതാ. മക്കൾക്ക് ഇത്രയും ആരോഗ്യവും അവസ്ഥയും നൽകിയത് പടച്ച റബ്ബാ. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ശ്രദ്ധയും പരിലാളനയുമാണ്. അങ്ങേയറ്റത്തെ ശ്രദ്ധ കൊണ്ട് മാത്രമാണ് മൈ ബോഡിയായി മാറുന്നത്. ഇത് മൈ ബോഡിയുമല്ല, മൈ ചോയ്സുമല്ല. വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിനീതമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെ ഉണർത്തുകയാണ്. ഇസ്ലാമികമായ സൗഹൃദങ്ങൾ, ഇസ്ലാമികപരമായ സ്നേഹങ്ങൾ, അതിന് കുറേ ലിമിറ്റുകളും പരിമിതികളുമുണ്ട്. ആ പരിമിതികൾ വെച്ചത് നിങ്ങളെ കൊടുക്കാനല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളുടെ സേഫ്റ്റിയാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷമാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ സന്തോഷമാണ്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ എൻ്റെ മക്കളുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന്, അവരെ വളർത്തുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് വിനയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ഭാഷയിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈമാൻ്റെ വെളിച്ചമുള്ള നല്ല ഹൃദയം നൽകി, നല്ല മനസ്സ് നൽകി പടച്ച റബ്ബ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന നല്ല കുട്ടികളിൽ, നല്ല
മാതൃകാ വ്യക്തിത്വങ്ങളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും ക്ഷേമവും കൺകുളിർമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയുടെയും വാപ്പയുടെയും ഇഷ്ടപ്പെട്ട മക്കളായി സന്തോഷം നൽകുന്ന മക്കളായി വളരാൻ നമ്മെ ഏവരെയും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.